ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ വരുന്ന അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നാളേക്ക് ഒരാഴ്ചയായിട്ടുണ്ട് ഏട്ടൻ വന്നിട്ട് അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഓരോ തിരക്ക് കാരണം ഇത്രയും ദിവസം എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് മാറ്റി വെച്ചേക്ക് വരുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രിയിൽ ഒരു 7:30 മണിക്ക് കിച്ചണിലോട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലെ അവസ്ഥ ഇതാണ്, ആകെ വാരി വലിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അയിലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയില മാങ്ങ ഇട്ടിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറിയും ഒക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കാം. എന്നാൽ പിന്നെ നാളെ ഇനി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ ആകെ മൂഡ് ഓഫ് ആവും. അപ്പോൾ പിന്നെ കറികളൊക്കെ ഇന്ന് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇന്ന് ഉറങ്ങാനുള്ള നേരമില്ലല്ലോ, 2:30ക്കാണ് വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഉറക്കത്തിൽ എങ്ങനെയും പെട്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ കിച്ചണിൽ അങ്ങ് നിന്നു കേട്ടോ. ജോലി കഴിഞ്ഞ് വന്നിട്ട് മേല് കഴുകാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി പിന്നെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ആകെ വേർത്ത് കുളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേ ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ അടുക്കളയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കറികളും പിന്നെ അച്ചാർ ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാക്കി. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും നട്ട പാതിരായിട്ടുണ്ട്. കിച്ചണൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിടാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഏട്ടൻ അത്യാവശ്യം നീറ്റുള്ള ഒരാളായ കാരണം കൊണ്ടേ എന്താ ഇവിടെ പൊടി, എന്താ ഇവിടെ കച്ചറ എന്നൊക്കെ ചോദിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചിട്ടും കൂടി ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഇത്രയായിട്ടുണ്ട്, 12:20 ആയിട്ടുണ്ട് കേട്ടോ. നട്ട പാതിരയാണ്. ഇനി എനിക്ക് മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുടി വാഷ് ചെയ്യലും കുളിയും എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു കട്ടൻ ചായയും പിന്നെ ബ്രെഡ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കറിയൊന്നും കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ നേരത്ത് പിന്നെ നമുക്കൊന്നും കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നു കേട്ടോ. പിന്നെ വേഗം വാതിലൊക്കെ അടച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചുറ്റും നല്ല ഇരുട്ടായിരുന്നു കേട്ടോ, എല്ലാവരും നല്ല ഉറക്കത്തിൽപ്പെട്ട സമയമായിരുന്നേ. പിന്നെ നമ്മളിതാ വണ്ടിയിൽ കയറി കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു കേട്ടോ. പിന്നെ ആ സമയമാണല്ലോ, യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ആളായ കാരണം കൊണ്ടേ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും കൂടിയിട്ട് കുറേ ദൂരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉറക്കത്തിൽ പെട്ടു കേട്ടോ. പിന്നെ എയർപോർട്ട് എത്തിയത് അറിഞ്ഞതേ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കണക്കിന് ഈ നട്ടപ്പാതിരക്കുള്ള യാത്ര നല്ലതായിരുന്നു കേട്ടോ. കാരണം ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് കുറച്ചങ്ങോട്ട് ദൂരം പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കോ എന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ. അപ്പോൾ പിന്നെ ചിലപ്പം ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ ഉറക്കത്തിൽപ്പെട്ട കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞാനും അച്ഛനും കൂടിയിട്ട് അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 3/4 മണിക്കൂറൊക്കെ നമ്മൾ പോസ്റ്റായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഏട്ടൻ വന്നത് കേട്ടോ. അപ്പോൾ അതാ ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ നട്ട പാതിരയ്ക്ക് യാത്ര ചെയ്ത കാരണം കൊണ്ട് അവൻ വീഡിയോ എടുത്തു തരാനൊക്കെ ഭയങ്കര മടിയും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ. പക്ഷേ അവൻ്റെ മൂഡ് പോയപ്പോൾ പിന്നെ എൻ്റെ മൂഡ് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വഴക്കിട്ടു, തല്ലുകൂടി. അങ്ങനെ ഞാൻ അപ്പുറത്തും പോയി നിന്ന് ഓൻ ഇപ്പുറത്തും നിൽക്കുമായിരുന്നു കേട്ടോ. ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല എന്താ പറയുക സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ വലുതാവും തോറും എന്തോ അവൻ്റെ മൂഡും മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഇല്ലാണ്ടായി തുടങ്ങിയിട്ട് പാവം ഞാൻ. എന്തായാലേ നമ്മളും എന്തെങ്കിലുമൊക്കെ വലുതാവും, നമുക്കും ഒരു വീഡിയോഗ്രാഫറേയും ക്യാമറാമാനെയൊക്കെ വെക്കണം. ഈ ഒരു വരവ് നമ്മൾ പ്രവാസികളുടെ എല്ലാവരുടെ വീട്ടിലും ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷം തന്നെയാണത് അല്ലേ. അതിനി എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് ഇതിൻ്റെ ആ ഒരു പുതുമ എന്നും അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇപ്രാവശ്യം പിന്നെ മോളില്ലായിരുന്നു, അവൾക്ക് എക്സാം ആയ കാരണം കൊണ്ട് ക്ലാസ്സും കട്ട് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരും മാത്രമായിരുന്നു. അവൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിവൃത്തിയില്ലല്ലോ, എക്സാമൊക്കെ അല്ലേ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോഴേക്കും പിന്നെ നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് അടുത്ത ഹോട്ടലിൽ തന്നെ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെയുള്ള വ്യൂ എന്ത് അടിപൊളിയാണല്ലേ, എന്ത് രസമായിരുന്നു കാണാനെന്നറിയാമോ. നമുക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് അത് അവസാനിപ്പിക്കാനേ തോന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാൻ. ഗാലറി ഫുള്ളായിട്ട് നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്യാനൊക്കെ നിൽക്കണം എന്നെങ്കിലും കൂടിയിട്ട് ഇതുപോലെയുള്ള വ്യൂ പൊളിയല്ലേ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് പോസ്റ്റായി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നേ.
പിന്നെന്താ നമ്മൾ 3 പേരും മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രൈവർ ഏട്ടൻ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു എല്ലാവരും. അച്ചു ഉറങ്ങിയിട്ടൊന്നുമില്ല തോന്നുന്നുണ്ട്. ഞാനും ഏട്ടന് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ 6 മാസം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടൻ പോയിട്ട്. ഇപ്പോൾ പിന്നെ 6 മാസം കൂടുമ്പോൾ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ വീട്ടിലെത്തി, വാതിലൊക്കെ തുറന്നു. വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. ഇന്ന് കാര്യപ്പെട്ട പണികളൊന്നും ഇല്ലായിരുന്നു. പകുതി മുക്കാൽ പണികളും ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ വന്ന ഉടനെ ചായക്ക് ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. അതൊക്കെ കൂടി നമ്മളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചക്കലേക്കുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പെട്ടി തുറക്കൽ എന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോള് വന്നിട്ട് പെട്ടി തുറക്കണുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏട്ടൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രണ്ട്സിൻ്റെ അവിടെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് തുറക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ പിന്നെ പെട്ടിയൊക്കെ തുറന്നു. നമുക്കുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ അച്ചു ഇതാ ഓരോന്നോരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അവന് വേണ്ട കാര്യപ്പെട്ട സാധനം കിട്ടിയപ്പോൾ തന്നെ അവൻ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കിച്ചണിലോട്ട് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഈ പ്രാവശ്യം മിഠായിയൊക്കെ കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താ കാരണം എന്നറിയോ? ഞാൻ ജിമ്മിന് പോകുന്ന കാരണം കൊണ്ടേ. അപ്പോൾ മധുരമൊന്നും ഒരുപാട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൊടുന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കഴിക്കും എന്ന് ഏട്ടന് നന്നായിട്ട് അറിയാം. അത് കാരണം ഇപ്രാവശ്യം മിഠായിയൊക്കെ കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സ്നിക്കേഴ്സ് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അതൊക്കെ എൻ്റെ ഫേവറേറ്റ് മിഠായി ആയ കാരണം കൊണ്ട് അതൊക്കെ ആൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ പെട്ടി തുറക്കൽ എന്നുള്ള ഒരു ചടങ്ങും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് കൊടുത്ത വാച്ചൊക്കെ ഒന്ന് കെട്ടി ഷോ ഇറക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാണ് രസം എന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്